ദേവസ്വം അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രി കെ രാജൻ തന്നെ നേരിട്ട് ചർച്ച നടത്തിയിരുന്നു. ആദ്യം മുതൽ തന്നെ ഈ വിഷയങ്ങളിൽ പലപ്പോഴായി ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നതും മന്ത്രി കെ രാജൻ തന്നെയാണ്. ഒരു സമവായത്തിൻ്റെ സാധ്യതകളെല്ലാം കണ്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ എപ്പോഴത്തോടു കൂടി നമുക്ക് വെടിക്കെട്ട് പുനരാരംഭിക്കാൻ കഴിയും, ബാക്കി ചടങ്ങുകളെല്ലാം അതനുസരിച്ച് താമസിക്കുകയും ചെയ്യില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? നിലവിൽ തിരുവമ്പാടി ദേവസ്വം അറിയിച്ചിരിക്കുന്നത് ഇനിയും ചർച്ചകൾ ആവശ്യമാണ്. ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ നേതൃത്വത്തിൽ ചർച്ചകൾ ആവശ്യമാണ്. അതിനനുസരിച്ച് മാത്രമേ ഇനിയുള്ള തുടർ നടപടികളും തീരുമാനങ്ങളും അറിയിക്കൂ എന്നാണ് തിരുവമ്പാടി ദേവസ്വം അറിയിച്ചിരിക്കുന്നത്. അതേസമയം പാറമേക്കാവ് വിഭാഗം അവരുടെ വെടിക്കെട്ട് നടത്തണമെന്ന ആഗ്രഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് വെടിക്കെട്ട് നടത്തണമെന്ന് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാനാകുന്നത് പൂരനഗരിയിൽ നിരാശരായ ആയിരങ്ങളെയാണ്. അവർ വെടിക്കെട്ട് ആസ്വദിക്കാനായി എത്തിയ, വെടിക്കെട്ടിന്റെ വർണ്ണക്കാഴ്ചകൾ ആസ്വദിക്കാനെത്തിയ അവർ പക്ഷേ നിരാശരായി മടങ്ങുന്നു. പലരും ഇവിടെ തന്നെ നിലകൊള്ളുകയാണ്. പക്ഷെ കാരണം ഇനി നേരത്തെ ശ്രീധരൻ സൂചിപ്പിച്ചതുപോലെ 2-3 മണിക്കൂറുകൾ ആവശ്യമാണ് പാറമേക്കാവിനും ഈ വെടിക്കെട്ട് ഇവിടെ ക്രമീകരിക്കാൻ. അത് സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക. അതുപോലെ തന്നെ തിരുവമ്പാടി വിഭാഗം അവരുടെ ചടങ്ങുകളിൽ നിന്ന് പൂർണ്ണമായും ഒഴിവായി, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പതിവ് ചടങ്ങുകളിൽ നിന്ന് മാറി ഇനി എന്ത് ചെയ്യാനാകും എന്നുള്ളൊരു ആശങ്കയിലാണ് അവർ. അതിൽ ഉന്നതതല ചർച്ച അവർക്ക് ഇനിയും ആവശ്യമാണെന്നാണ് തിരുവമ്പാടി വിഭാഗം പറയുന്നത്. അവർ കടുത്ത അതൃപ്തിയിലാണ്. കളക്ടറും ജില്ലാ പോലീസ് മേധാവിയുമായി ഉൾപ്പെടെ നടത്തിയ ചർച്ചയിൽ കടുത്ത അതൃപ്തി തിരുവമ്പാടി വിഭാഗം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇനിയും ബദൽ ചർച്ചകൾ ആവശ്യമാണെന്നാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ പൂരപ്രേമികൾക്ക് ഏറെ പ്രതീക്ഷ അപ്പോഴും ഉണ്ടായിരുന്നത്, നേരിയ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഈ പാറമേക്കാവ് വിഭാഗം. ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ഇവിടെ പൂകി വിളിക്കുന്നതാണ്. പൂരപ്രേമികളെല്ലാം പൂകി വിളിച്ച് അവർ വെടിക്കെട്ട് കാണാനായി, ആസ്വദിക്കാനായി നിലയുറപ്പിച്ചിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ പതുക്കെ മാറുകയാണ്. അവർ മടങ്ങി പോവുകയാണ്. കാരണം ഇപ്പോൾ 6 മണിയായി കഴിഞ്ഞു, സൂര്യോദയം ആയി കഴിഞ്ഞു. ഇനി ഒരു വെടിക്കെട്ട് ആസ്വദിക്കുക അത് അസാധ്യമാണെന്ന ചിന്തയിലായിരിക്കണം എല്ലാവരും നിരാശരായി മടങ്ങുകയാണ്. വലിയ ദുഃഖകരമായ ഒരു കാഴ്ചയാണ്, സങ്കടകരമായ ഒരു കാഴ്ചയാണ് പൂരനഗരിൽ നിന്നുണ്ടാവുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് ആസ്വദിക്കാനെത്തിയ പൂരപ്രേമികൾ ഇങ്ങനെ വിഷമിച്ച്, ദുഃഖിച്ച്, സങ്കടത്തോടെ, നിരാശരായ മുഖത്തോടെ മടങ്ങുന്ന ഒരു കാഴ്ച. അത് ഏറെ സങ്കടകരമാണ്. പൂരപ്രേമികൾക്ക് മാത്രമല്ല, അതിന്റെ സംഘാടനത്തിലും കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് പേര് ഇവിടേക്ക് എത്തിയതാണ്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തു നിന്നും ഒക്കെ സ്പെഷ്യൽ ട്രെയിനുകളിലൊക്കെ ഇവിടേക്ക് എത്തിയവരാണ്. അവരുടെയൊക്കെ മുഖത്ത് നിരാശയോടെയാണ് അവരിപ്പോൾ മടങ്ങുന്നത്. ഈ സംഘാടനത്തിന്റെ പ്രശ്നങ്ങളും തർക്കങ്ങളും ഒക്കെ കാരണം വലിയൊരു അനുഭവമാണ് നഷ്ടപ്പെട്ടത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന, ലോകം ഉറ്റുനോക്കുന്ന കേരളത്തിന്റെ അഭിമാനമായ തൃശ്ശൂർ പൂരത്തിൽ ഇത്തരത്തിലൊരു കളങ്കം, ഒരു വീഴ്ച ഉണ്ടായത് അത് ഏറെ ദുഃഖകരമാണ്. അത് മാത്രമല്ല, അത് സാംസ്കാരിക കേരളത്തിന് ഒരു അപമാനം കൂടിയാണ്. കാരണം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ച ആരോപിക്കപ്പെടുമ്പോൾ സാധാരണ ജനങ്ങളെ ബാരിക്കേഡ് വെച്ച് തടയുമ്പോൾ അത് ഒരു പൂരം പോലെ അത്ര വലിയൊരു പരിപാടിയുടെ, അത്ര വലിയൊരു ആഘോഷത്തിന്റെ, ഒരു പൈതൃകത്തിന്റെ കൂടി പ്രതീകമായ ഒരു പരിപാടിയുടെ തടസ്സം ആയി അത് മാറുമ്പോൾ അത് ഏറെ അപമാനകരമായ ഒരു കാര്യം കൂടിയാണ്. നാം ഓരോരുത്തർക്കും അത് ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ആയിരക്കണക്കിന് പേരാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് അവർ മാറുകയാണ്. അവർ എത്ര മണിക്കൂറുകളായി, ഏകദേശം ഇന്നലെ രാത്രി ഒരു 10 മണിയോടുകൂടി ഇവിടെ എത്തിയവർ. അപ്പൊ നമുക്ക് ആലോചിച്ച് നോക്കാം എത്രത്തോളം മണിക്കൂറുകളായി അവർ ഇവിടെ പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു. ചർച്ചകൾ നടക്കുന്നു. ദേവസ്വം അധികൃതർ പോലീസുമായും കളക്ടറുമായും ഒക്കെ ചർച്ചകൾ നടന്നപ്പോഴൊക്കെ അവരും ആവശ്യപ്പെടുന്നുണ്ട് എന്ത് സംഭവിക്കും, വെടിക്കെട്ട് ഉടൻ നടക്കുമോ എന്നുള്ള പ്രതീക്ഷയിലാണ് അവരെല്ലാവരും. കുടുംബത്തോടെ എത്തിയവരുണ്ട്, മക്കളും കൊച്ചുകുട്ടികളും ഒക്കെയായി എത്തിയവരുണ്ട്. അവരെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു വെടിക്കെട്ട് ആസ്വദിക്കാൻ. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും നിരാശരായി മടങ്ങുകയാണ്. പാറമേക്കാവ് വിഭാഗത്തിന്റെ വെടിക്കെട്ട് നടക്കുമെന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ ഈ ഏറ്റവും വലിയ ആശങ്ക, എങ്ങനെയാണ് ഈ ഒരു സമയത്ത്, ഈ ഒരു അന്തരീക്ഷത്തിൽ അവർ ഇത്തരത്തിൽ വെടിക്കെട്ട് മണിക്കൂറുകളോളം വേണ്ടി വരുന്ന ഒരു ക്രമീകരണം ഇനി എങ്ങനെ സജ്ജീകരിക്കും, എങ്ങനെ ഒരു വെടിക്കെട്ടിന് സമാനമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുമെന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് പൂരപ്രേമികൾ ഇവിടെ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ പോലും നേരിയ പ്രതീക്ഷയോടെ ഒരുപാട് പേർ ഇപ്പോഴും ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. വെടിക്കെട്ട് കാണണമെന്ന ആഗ്രഹത്തോടെ പലരും ഉറക്കക്ഷീണത്തിലും ഒക്കെ തന്നെയാണ്. ഉറക്കമിളച്ച് അവർ കാത്തിരുന്നതാണ് തൃശ്ശൂർ പൂരത്തിന്റെ, പേരുകേട്ട തൃശ്ശൂർ പൂരത്തിന്റെ ഒരു ചരിത്രപ്രധാനമായ വെടിക്കെട്ട് ആസ്വദിക്കാനെത്തിയ പൂരപ്രേമികൾ സങ്കടത്തോടെ മടങ്ങുന്ന കാഴ്ചയാണ്, ദുഃഖകരമായ കാഴ്ചയാണ് പൂരനഗരിയിൽ നിന്ന് കാണാനാവുന്നത്. ലാൽ, പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷന് പോലുമില്ലാത്ത നിയന്ത്രണങ്ങളാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ പൂരനഗരിയിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് കടുത്ത പ്രതിഷേധങ്ങളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ അനാവശ്യമായ നിയന്ത്രണങ്ങൾ അത് വീണ്ടും പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കിയായിരുന്നു. പുലർച്ചയോടുകൂടി ആരംഭിക്കേണ്ട വെടിക്കെട്ടാണ് ഇപ്പോഴും തുടരാതെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. ഏകദേശം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും വെടിക്കെട്ട്
പൂർണ്ണമാകേണ്ടതായിരുന്നു. അതിൻ്റെ വർണ്ണ കാഴ്ചകൾ അത് ഒരു തരത്തിലും ആസ്വദിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പോയി. ഒരുപക്ഷേ ഇനി വെടിക്കെട്ട് കേൾക്കാൻ മാത്രം കഴിയുന്ന സ്ഥിതിയിലേക്ക് ആളുകൾ പോകുന്ന സ്ഥിതിയാണുള്ളത്. വെടിക്കെട്ട് കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് സാധ്യമല്ലാതായിരിക്കുന്നു. അത് നടക്കുമോ എന്ന കാര്യത്തിൽ പോലും നിശ്ചയമില്ല. ഇപ്പം നിലവിൽ കിട്ടുന്ന വിവരം അനുസരിച്ച് പാറമേക്കാവ് ഏകദേശം 6:30 വെടിക്കെട്ട് നടത്തും എന്നുള്ളതാണ്. 15 മിനിറ്റിന് ശേഷം തിരുവമ്പാടിയും വെടിക്കെട്ട് നടത്തുമെന്ന് മന്ത്രി കെ രാജൻ പറയുന്നുണ്ട്. പക്ഷേ തിരുവമ്പാടി ദേവസ്വം അത് അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയും ചർച്ച ആവശ്യമാണ്. അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം എന്ന നിലപാടിൽ തന്നെയാണ്. പക്ഷേ അപ്പോഴും പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ഇനിയും ബാക്കിയുണ്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് പകൽപൂരത്തിൻ്റെ ദിവസമാണ്. തിരുവമ്പാടിയിൽ നിന്നും പാറമേക്കാവിൽ നിന്നും വീണ്ടും എഴുന്നള്ളിപ്പുകൾ വരികയും പകൽപൂരം നടക്കുകയും അതിനുശേഷം ഉപചാരം ചൊല്ലി പിരിയേണ്ടതടക്കമുള്ള കാര്യങ്ങളുണ്ടെന്ന് തൃശ്ശൂർക്കാർക്ക് വേണ്ടിയിട്ടുള്ള പൂരമാണ്. ഏകദേശം 12 മണിയോടുകൂടി പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ടും നടക്കേണ്ട ദിവസമാണ്. എന്നാൽ അതിനൊന്നും സാധ്യതകൾ ഇല്ലാതാവുകയാണ്. അനാവശ്യ നിയന്ത്രണങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്ന ഒരു പൂരം ആസ്വദിക്കാൻ വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ആദിത്യ ഓമനക്കൂട്ടൻ തന്നെ പറഞ്ഞത് ന്യൂസിലൻഡിൽ നിന്ന് പോലും പൂരം കാണാൻ വേണ്ടി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇതൊരു കേരളത്തിൻ്റെ കൾച്ചറൽ ഉത്സവം എന്ന രീതിയിലേക്ക് കൺവേർട്ടായി കഴിഞ്ഞ പരിപാടിയാണ്. അതിൽ പോലും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പരിപാടിയെ കാര്യമായി ബാധിക്കുന്ന രീതിയിലേക്ക് പ്രശ്നങ്ങൾ പോവുകയാണ്.